ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വീണ്ടും ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഇഷ്യൂ വീണ്ടും വഷളാവുന്നു. ഇസ്രായേൽ ഒരുപക്ഷെ ഇറാൻ ആറ്റമിക് പ്ലാന്റുകൾ ആക്രമിക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇന്നലെ മുതലും മാർക്കറ്റിലുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഇന്ത്യൻ മാർക്കറ്റിലും മറ്റു മാർക്കറ്റുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള സെൽ ഓഫിന് കാരണം. ഒപ്പം നമ്മൾ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് ഈ 3 ഇൻഡെക്സുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടിയാണ്. റസൽ 2000 മാത്രമാണ് ഫ്ലാറ്റ് ക്ലോസിംഗ് ഉണ്ടായിട്ടുള്ളത് ഇന്നലെ. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ വീണ്ടും ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ വർദ്ധിക്കുക എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. പക്ഷേ ഓവറോൾ സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു കൺസോളിഡേഷൻ മോഡാണ് അമേരിക്കൻ മാർക്കറ്റിൽ. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ബെറ്റർ ആയിരുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നല്ല സെൽ ഓഫാണ്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൽ ഓഫാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ നല്ല രീതിയിൽ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഒപ്പം ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ റാലി ചെയ്തിരുന്നു. ഇന്ന് മോർണിംഗിൽ സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് $3,304 പെർ ഔൺസിനാണ്. ഇസ്രായേൽ ഇറാൻ ഇഷ്യൂ ആണ് പ്രധാനമായിട്ടും ഗോൾഡിൻ്റെ പ്രൈസ് റൈസിന് കാരണം. ഒപ്പം സിൽവറും റാലി ചെയ്തിരിക്കുകയാണ്. ഇന്ന് മോർണിംഗിൽ എല്ലാ കമോഡിറ്റികളും പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ ആണെന്ന് കൂടുതലായിട്ട് മുന്നേറിയിട്ടുള്ളത് $64.36 പെർ ബാരലാണ് ഇന്ന് മോർണിംഗിൽ. ഒപ്പം നമ്മൾ മറ്റ് മെറ്റൽ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കോപ്പറിലാണ് വലിയ രീതിയിലുള്ള അക്യുമുലേഷൻ നടക്കുന്നത്. അതിനുശേഷം സിങ്ക്, അലുമിനിയം ഈ 3 കമോഡിറ്റികളിലും ഡിപ്പ് ബൈയും വലിയ രീതിയിൽ നടക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് വരുന്നത്. കോപ്പറിൽ ഹ്യൂജ് അക്യുമുലേഷനാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും അടുത്ത മാസങ്ങളിലൊക്കെ കോപ്പർ പ്രൈസ് ഉയരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ കോപ്പർ റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതേസമയം കോപ്പർ റോ മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ന്യൂസും കൂടിയാണ്. ഒപ്പം നമ്മൾ ഇത് Q4 റിസൾട്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ Q4 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇന്നലെ ഹിൻഡാൽക്കോയുടെ റിസൾട്ട് ഉണ്ടായിരുന്നു. എബോവ് എക്സ്പെക്റ്റേഷൻസ് ആണ് ഹിൻഡാൽക്കോ റിസൾട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ധാരാളം റിസൾട്ടുകളുണ്ട്. ONGC, അതുപോലെ തന്നെ PFC, ഇൻഡിഗോ, മാൻകൈൻ ഫാർമ, അസ്ട്രാൽ, കോൾഗേറ്റ് പാമോലിവ്, നാഷണൽ അലുമിനിയം, RVNL, ഉണോമിൻഡ ഈ കമ്പനികളൊക്കെയാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രമുഖ കമ്പനികൾ. ഒപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇർക്കോൺ 254 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. PCBL പുതിയ പ്ലാന്റ് മഹാരാഷ്ട്രയിൽ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിലീഗെയർ ഇന്നലെ റിസൾട്ട് വന്നിരുന്നു. സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ് നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ. പക്ഷേ ഓവറോൾ പെർഫോമൻസ് ബെറ്റർ ആണ്. ഡാബർ ഗ്രൂപ്പ്, NBFC ആണ് റിലീഗെയർ. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റേഴ്സിന് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ് റിലീഗെയർ. ഒപ്പം ധാനി സർവീസസിൻ്റെ മെർജർ പ്രോസസ്സും അടുത്ത മാസങ്ങളിൽ കംപ്ലീറ്റഡ് ആയേക്കാം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കും ലോങ് റണ്ണിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന സ്റ്റോക്കാണ്. ഹോട്ടൽ സെക്ടർ നോക്കുകയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂവിന് ശേഷം ധാരാളം ഇവൻറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ബുക്കിങ്ങുകളും ക്യാൻസൽ ചെയ്യാവുന്ന റിപ്പോർട്ടുകളുണ്ട്. പൊതുവെ ഹോട്ടൽ സ്റ്റോക്കുകളെ സംബന്ധിച്ച് സ്ലൈറ്റ്ലി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് IPO മാർക്കറ്റ് വീണ്ടും സജീവമാവുകയാണ്. ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുള്ള ബൊറാന വീവ്സ് സിന്തറ്റിക് ഗ്രേ ഫൈബർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. സൂറത്തിലുള്ള ഒരു കമ്പനിയാണ്. ഗ്രേ ഫൈബർ എന്ന് പറയുമ്പോൾ റോ ഫാബ്രിക് ആണ്. സിന്തറ്റിക് ഗ്രേ ഫാബ്രിക്, ഫൈബർ അല്ല, ഗ്രേ ഫാബ്രിക് എന്ന് പറഞ്ഞ് റോ ഫാബ്രിക് ആണ്. ഡൈയിങ് നടത്താത്ത റോ ഫാബ്രിക് ആണ് ഇത്. അപ്പോൾസറി മറ്റ് പർപ്പസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ കമ്പനിയുടെ IPO ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട്. 216 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്, 10 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. ഇന്നലെ തന്നെ അറൗണ്ട് 8.5 times ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ലോങ് റണ്ണിൽ നല്ല ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. പ്രോഫിറ്റബിലിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ എക്സലൻറ്റ് പെർഫോമൻസ് ആണ്. 2020 ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 500:1 ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിരുന്നു പ്രൊമോട്ടേഴ്സിന്. അതായത് ഒരു ഷെയറിന് 500 ഷെയർ വെച്ച് ബോണസ് ഇഷ്യൂ നടത്തിയിരുന്നു. അപ്പോൾ ഈ ഇഷ്യൂവിൽ അപ്ലൈ ചെയ്യുന്നത് തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും മൈനർ IPO ഗെയിൻ കിട്ടാനായിട്ട് സാധിക്കും എന്നുള്ള റിപ്പോർട്ടാണ്, സജഷനാണ് എനിക്കുള്ളത്. അതോടൊപ്പം തന്നെ ബെൽ റൈസ് ഇൻഡസ്ട്രീസ് ഇന്ന് ഓപ്പൺ ആവുകയാണ്. ഓട്ടോമോട്ടീവ് കമ്പോണൻസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. 2 വീലർ സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 24-25% മാർക്കറ്റ് ഷെയർ ഉണ്ട്. 5 രൂപയാണ് ഫേസ് വാല്യൂ വരുന്നത്. 85-90 അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. തീർച്ചയായിട്ടും ഈ ഇഷ്യൂം ഇൻവെസ്റ്റേഴ്സിന് നല്ല ഗെയിൻ നേടിക്കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മൾ കമ്പയറബിൾ PE ഒക്കെ മറ്റ് കമ്പനികളിൽ നോക്കുകയാണെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് ഈ സ്റ്റോക്കിൽ IPOയിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 IPOയും ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. ബൊറാന വീവ്സ് നാളെ അവസാനിക്കും. അതുപോലെ തന്നെ ബെൽ റൈസ് ഇൻഡസ്ട്രീസ് ഇന്ന് ഓപ്പൺ ചെയ്ത് 23-ാം തീയതിയാണ് അവസാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഈ IPOകളിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വീണ്ടും മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ Q4 റിസൾട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷനാണ്. സ്ലൈറ്റ്ലി മാത്രമാണ് എബോവ് എക്സ്പെക്റ്റേഷൻ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സ്ലഗ്ഗിഷ്നെസ് അപ്പർ ലെവലിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം നല്ല Q4 റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികൾ, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റിയുള്ള IPOകൾ ഇതിലൊക്കെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.